നമസ്കാരം. കറുത്ത ശവപ്പെട്ടിയിൽ കിടക്കുന്ന ഡൊണാൾഡ് ട്രംപ് കണ്ണുപൂട്ടി കൈകൾ നെഞ്ചിൽ വെച്ച് പാദങ്ങൾ മുകളിലേക്ക് ഉയർത്തി ഒരു ശവസംസ്കാര ചടങ്ങിന് സമാനമായ ദൃശ്യം. പറഞ്ഞു വരുന്നത് ടെഹ്റാനിലെ എൻഖലാബ് സ്ക്വയറിൽ ഇപ്പോൾ ഉയർന്നു നിൽക്കുന്ന ഭീമൻ പരസ്യ ബോർഡിനെ കുറിച്ചാണ്. ഞങ്ങൾ ട്രംപിനെ കൊലപ്പെടുത്തുമെന്ന് ഇംഗ്ലീഷിലും പേർഷ്യയിലും എഴുതിയ ആ ബോർഡ് ലോക രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാന്റെ മണ്ണിൽ നിന്ന് ഉയരുന്ന ഈ വധഭീഷണി വെറുമൊരു പരസ്യമായി മാത്രം കാണാൻ കഴിയില്ല. ഇത് US-ഉം ഇറാനും തമ്മിലുള്ള ശത്രുതയുടെ ഏറ്റവും തീവ്രമായ മുഖമാണ്. ഫെബ്രുവരി 28-ന് മിനാബിലെ ഒരു പ്രൈമറി സ്കൂളിന് നേരെ നടന്ന ആക്രമണത്തിന്റെ പ്രതികാരമാണിതെന്നാണ് ഇറാൻ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാൻ ഭരണകൂടം ഇത്തരമൊരു കടുത്ത നിലപാടിലേക്ക് എത്തിയത് പെട്ടെന്നൊന്നുമല്ല. ദശകങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള പോര് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ട്രംപിന്റെ ഭരണകാലത്ത് അത് കൂടുതൽ രൂക്ഷമായി. എൻഖലാബ് സ്ക്വയറിലെ ഈ ബോർഡ് ഇറാന്റെ ആഭ്യന്തര വികാരത്തിന്റെ പ്രതിഫലനമാണ്. തങ്ങളുടെ പരമോന്നത നേതാവ് ഖമേനിയുടെ ശവസംസ്കാര ചടങ്ങുകളിൽ ഉപയോഗിച്ച അതേ കറുത്ത കോൺക്രീറ്റ് മാതൃകയിൽ ട്രംപിനെ ചിത്രീകരിച്ചു. അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അവഹേളനമാണ്. ഇത് അന്താരാഷ്ട്ര നയതന്ത്ര മര്യാദകളുടെ എല്ലാ അതിരുകളും ലംഘിക്കുന്ന ഒന്നാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇറാന്റെ നിലപാട് വ്യക്തമാണ്. തങ്ങളുടെ മണ്ണിൽ ആക്രമണം നടത്തിയാൽ അത് ആരായാലും തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ പരസ്യ ബോർഡ് വെറുമൊരു ചിത്രം മാത്രമല്ല, അതൊരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാണ്. ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ഈ സംഭവത്തെ ചർച്ച ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ സൈനിക ശക്തിയെ വെല്ലുവിളിക്കാൻ ഇറാൻ കാണിക്കുന്ന ഈ ചങ്കൂറ്റം പലരെയും അത്ഭുതപ്പെടുത്തുന്നുമുണ്ട്. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണോ എന്ന ഭയം ലോക നേതാക്കൾക്ക് ഇടയിലുമുണ്ട്. എന്തിനാണ് ഇറാൻ ഇത്രയും കടുത്ത നിലപാടെടുത്തത് എന്നതിന് ഉത്തരമാണ് മിനാബ്. ഫെബ്രുവരി 28-ന് നടന്ന ആക്രമണത്തിൽ ദക്ഷിണ ഇറാനിലെ ഒരു പ്രൈമറി സ്കൂൾ തകർക്കപ്പെട്ടു. അന്ന് കൊല്ലപ്പെട്ട കുരുന്നുകളുടെ ഓർമ്മയ്ക്ക് മുന്നിലാണ് ഇറാൻ ഈ പ്രതികാരം പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. ആ കുട്ടികളുടെ മരണത്തിന് ഉത്തരവാദി അമേരിക്കയാണെന്ന് ഇറാൻ വിശ്വസിക്കുന്നു. അവിടെയുള്ള ഓരോ വീട്ടിലും ഇന്ന് ഈ ബോർഡിനെ കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇത് വെറുമൊരു സൈനിക പ്രകോപനമല്ല, ഇറാന്റെ വികാരപരമായ പ്രതികരണമാണ്. ആ രോഷമാണ് ടെഹ്റാനിലെ ആ ഭീമൻ പരസ്യ ബോർഡിൽ അലയടിക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തങ്ങളുടെ മണ്ണിലെ കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന തോന്നൽ ഇറാനിൽ ശക്തമാണ്. ആ തോന്നലിൽ നിന്നാണ് ഇത്തരം കടുത്ത നടപടികൾ രൂപപ്പെടുന്നത്. ഈ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന്റെ ഭീകരത വ്യക്തമാകും. നിലവിൽ പേർഷ്യൻ ഉൾക്കടലിലെ സാഹചര്യം അതീവ ഗുരുതരമാണ്. അമേരിക്കൻ കപ്പലുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ വെറുമൊരു ഭീഷണിയിൽ ഒതുങ്ങുന്നില്ല. ഉപരോധങ്ങൾ ലംഘിക്കുന്ന കപ്പലുകളെ തടയുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. US നേവി മേഖലയിൽ സാന്നിധ്യം ശക്തമാക്കുമ്പോൾ ഇറാൻ മിസൈൽ പരീക്ഷണങ്ങളും സൈനിക അഭ്യാസങ്ങളും വഴി തിരിച്ചടിക്കുന്നു. വടക്കൻ മേഖലയിലെ സൈനിക താവളങ്ങൾക്ക് നേരെ നടത്തുന്ന വ്യോമാക്രമണങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്നു. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക, മറുവശത്ത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാത്ത ഇറാൻ. ഈ രണ്ട് ശക്തികൾ തമ്മിലുള്ള പോരാട്ടങ്ങൾ ഒരു വലിയ യുദ്ധത്തിന്റെ വഴിതെളിക്കുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം പങ്കുവയ്ക്കുന്നത്. സൈനിക തന്ത്രങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഇറാൻ പുതിയ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. ടെഹ്റാനിലെ ഈ പരസ്യ ബോർഡ് ഒരു പ്രാദേശിക പ്രശ്നം മാത്രമാണെന്ന് കരുതേണ്ട. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ആഗോള വിപണിയിൽ പ്രകടമാണ്. ക്രൂഡ് ഓയിൽ വിലയിലെ അസ്ഥിരതയും ചരക്ക് നീക്കങ്ങളിലെ തടസ്സങ്ങളും വരും ദിവസങ്ങളിൽ ലോക സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. പേർഷ്യൻ ഉൾക്കടൽ വഴി സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ഇപ്പോൾ വലിയ സുരക്ഷാ ഭീഷണിയാണ് നേരിടേണ്ടി വരുന്നത്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെ ഇത് ബാധിച്ചാൽ ലോകമെമ്പാടുമുള്ള ഇന്ധനവില കുതിച്ചുയരും. അമേരിക്കയുടെ ഉപരോധങ്ങൾ ഇറാനെ സാമ്പത്തികമായി തളർത്താൻ ശ്രമിക്കുമ്പോൾ ഇറാൻ അതിനെതിരെ നടത്തുന്ന ഈ സൈനിക പ്രകോപനം ആഗോളതലത്തിൽ വലിയ അനിശ്ചിതത്വമാണ് ഉണ്ടാക്കുന്നത്. വൻകിട രാജ്യങ്ങൾ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ നിർബന്ധിതരാകുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ സംഭവം എങ്ങോട്ട് നീങ്ങുമെന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും ലോക വിപണിയുടെ ഗതി. നിക്ഷേപകർ പോലും ഇപ്പോൾ പേടിയോടെയാണ് ഈ സംഭവങ്ങളെ നോക്കിക്കാണുന്നത്. ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് തുടക്കമാകുമോ? പലരും ട്രംപിന്റെ നിലപാടുകളെ വിമർശിക്കുമ്പോൾ ഇറാൻ കാണിക്കുന്ന ഈ കടുത്ത പ്രതിഷേധത്തെ അനുകൂലിക്കുന്നവരുമുണ്ട്. ഗൗരവകരമായ ഇത്തരം വിഷയങ്ങൾ മലയാളികളുടെ സാധാരണ സംഭാഷണങ്ങളിൽ പോലും ഇടം പിടിച്ചിരിക്കുകയാണ് എന്നത് ആഗോള രാഷ്ട്രീയത്തോടുള്ള നമ്മുടെ താല്പര്യവും കാണിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രങ്ങൾ വൈറലാവുകയാണ്. ഇറാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന തർക്കങ്ങൾ മുറുകുന്നു. പക്ഷേ ഇതിലൂടെ വ്യക്തമാകുന്നത് ഒരു കാര്യം മാത്രമാണ്: ലോകം വലിയൊരു സംഘർഷത്തിന്റെ വക്കിലാണ്. ഒരു വാർത്താ റിപ്പോർട്ട് എന്നതിലുപരി ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ ഇത്തരം സംഭവങ്ങൾ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുന്നു എന്നതിന്റെ ഉദാഹരണമാണ് ടെഹ്റാനിലെ ഈ പരസ്യ ബോർഡ്. സമാധാന ചർച്ചകൾക്ക് പകരം പ്രകോപനപരമായ നടപടികൾക്ക് മുൻഗണന നൽകുന്നത് ദൗർഭാഗ്യകരമാണ്. ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും വലിയ ഫലമൊന്നും ഉണ്ടായിട്ടുമില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള അവിശ്വാസം ഇത്രയധികം വളർന്നത് നയതന്ത്ര തലത്തിലെ വിടവുകൾ മൂലമാണ്. പരസ്പര
പരസ്പര ബഹുമാനത്തോടെയുള്ള ചർച്ചകൾക്ക് പകരം അഹങ്കാരവും പകയുമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ ഇനിയെങ്കിലും ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതകൾ വളരെയധികം കുറവുമാണ്. വരും മാസങ്ങളിൽ ഈ പ്രശ്നം കൂടുതൽ സങ്കീർണമാകാനാണ് സാധ്യത. ഈ പരസ്യ ബോർഡ് ഇറാനിലെ ജനങ്ങളുടെ വികാരമാണോ അതോ ഭരണകൂടത്തിന്റെ താല്പര്യമാണോ എന്നത് വലിയൊരു ചോദ്യവുമാണ്. രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും മാറ്റിവെച്ച് ജനങ്ങൾ ഇത്തരം പ്രകോപനങ്ങൾക്ക് പുറകെ പോകുന്നുണ്ടോ? ചില റിപ്പോർട്ടുകൾ പറയുന്നത് ജനങ്ങളുടെ ശ്രദ്ധ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്ന് തിരിച്ചുവിടാനാണ് ഭരണകൂടം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നാണ്. എങ്കിലും മിനാബ് ആക്രമണത്തിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വേദന യഥാർത്ഥമാണ്. ഒരു ഭരണകൂടം അതിനെ മുതലെടുക്കുകയാണെങ്കിലും ജനങ്ങളുടെ ഉള്ളിൽ അമേരിക്കയോടുള്ള അമർഷം ശക്തമാണ്. ഈ വികാരത്തെ അടിച്ചമർത്താനോ മാറ്റാനോ ആർക്കും കഴിയില്ല. ഓരോ ഇറാന്റെയും മനസ്സിൽ തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെ സംരക്ഷിക്കണമെന്ന ചിന്തയുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചരിത്രം തീരുമാനിക്കട്ടെ. ഇപ്പോൾ ടെഹ്റാനിലെ തെരുവുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ വികാരത്തിന്റെ തീവ്രതയാണ്. യുദ്ധം കൊണ്ട് ആർക്കും ലാഭമില്ല, അത് നഷ്ടങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ. ട്രംപിനെ ശവപ്പെട്ടിയിൽ ചിത്രീകരിക്കുന്ന ഈ ഇറാൻ പ്രകടനങ്ങൾ ഒടുവിൽ എത്തിച്ചേരുന്നത് വലിയൊരു ദുരന്തത്തിലേക്കാണോ? യുദ്ധം വരുമ്പോൾ ആദ്യം ഇല്ലാതാകുന്നത് സാധാരണ മനുഷ്യരുടെ ജീവിതമാണ്. പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും വൃദ്ധരും കൊല്ലപ്പെടുന്നു. മിനാബിലെ കുട്ടികളുടെ അവസ്ഥ അതല്ലേ കാണിച്ചു തരുന്നത്? അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരിൽ തകർന്നു പോകുന്നത് സാധാരണക്കാരുടെ സ്വപ്നങ്ങളാണ്. ഇനിയെങ്കിലും ഇത്തരം പ്രകോപനപരമായ കാര്യങ്ങൾ നിർത്തിവെച്ച് ചർച്ചകളിലേക്ക് വരണം. ലോക നേതാക്കൾ ഉത്തരവാദിത്വത്തോടെ പെരുമാറണം. വരും തലമുറകൾക്ക് നമ്മൾ എന്ത് ലോകമാണ് സമ്മാനിക്കുന്നതെന്ന് ചിന്തിക്കണം. യുദ്ധം ഒരിക്കലും പരിഹാരമല്ല, അതൊരു അവസാനമാണ്. സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ വൈകിട്ടില്ല. ഈ സംഭവം ഭാവിയിൽ എന്ത് മാറ്റങ്ങൾ വരുത്തും? അമേരിക്കൻ തെരഞ്ഞെടുപ്പുകളിലും ഇതിന്റെ പ്രതിഫലനം കാണാം. ട്രംപിനെതിരെയുള്ള ഇത്തരം ഭീഷണികൾ അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്കിനെ ബാധിക്കുമോ? അത് കൂടുതൽ ശക്തമായി പ്രതികരിക്കാൻ അദ്ദേഹം നിർബന്ധിതനാകുമോ? ഇറാൻ ഈ നിലപാട് തുടർന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ അവർ കൂടുതൽ ഒറ്റപ്പെടും. ഇതിനൊരു വഴി കണ്ടെത്താൻ മറ്റു ലോകരാജ്യങ്ങൾക്ക് കഴിയുമോ? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം വരും ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളിൽ അടങ്ങിയിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ലോകരാഷ്ട്രീയം വലിയൊരു വഴിത്തിരിവിലാണ്. പഴയ കണക്കുകൾ തീർക്കാനുള്ള തിരക്കിലാണ് ഓരോ രാജ്യവും. എന്നാൽ വരും തലമുറകൾ ഈ തീരുമാനങ്ങളെ എങ്ങനെ വിലയിരുത്തും എന്നതാണ് പ്രധാനം. ട്രംപിനെതിരെയുള്ള ഈ ഭീഷണി ഒരു പ്രതീകമാണ്, അത് അവസാനിക്കാത്ത പോരിന്റെ ഒരു ഭാഗം മാത്രമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ശത്രുത ഉടൻ അവസാനിക്കില്ല. ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടർന്നു കൊണ്ടേയിരിക്കും. എന്നാൽ ആ ഏറ്റുമുട്ടൽ എപ്പോഴും മനുഷ്യത്വത്തിന് അതീതമായിരിക്കും. ടെഹ്റാനിലെ ആ ബോർഡ് എപ്പോഴെങ്കിലും നീക്കം ചെയ്യപ്പെട്ടേക്കാം, പക്ഷേ അതിലെഴുതിയ വാചകങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമായി മാറും. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രകോപനപരമായ നീക്കങ്ങൾ ഉണ്ടാകാം. എങ്കിലും സമാധാനം ആഗ്രഹിക്കുന്നവരുടെ ശബ്ദത്തിന് കരുത്തുണ്ട്. ആ ശബ്ദത്തെ ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് കഴിയണം. ഈ സംഭവ വികാസങ്ങൾ ലോകത്തിന്റെ കണ്ണ് തുറപ്പിക്കട്ടെ. ടെഹ്റാനിലെ എങ്കേലാബു സ്ക്വയറിൽ ഉയർന്ന ആ കറുത്ത ശവപ്പെട്ടി ഒരു മുന്നറിയിപ്പാണ്. സമാധാനപരമായ ലോകത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തുന്ന ഇത്തരം പ്രകോപനങ്ങൾ അവസാനിപ്പിക്കാൻ വൈകിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപിനെതിരെ ഉയർന്ന ഈ വധഭീഷണി ഇറാന്റെയും അമേരിക്കയുടെയും അഹങ്കാരങ്ങളുടെ ഏറ്റുമുട്ടലാണ്. സാധാരണക്കാരുടെ കണ്ണീർ കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണകൂടങ്ങൾ ചരിത്രത്തിൽ കറുത്ത അക്ഷരങ്ങളാൽ എഴുതപ്പെടും. മിനാബിലെ കുട്ടികളുടെ ഓർമ്മയ്ക്ക് പോലും ഇത്തരം ഭീകര പ്രദർശനങ്ങൾ സമാധാനം നൽകില്ല. പകരം ചോദിക്കുന്നതിലും ഭേദം ഇനിയൊരു കുട്ടിക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ പ്രയത്നിക്കുന്നതാണ്. ലോകം ഇന്ന് ഒരു സ്ഫോടനത്തിന് തൊട്ടടുത്ത് നിൽക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു കടക്കാൻ നയതന്ത്രത്തിന്റെ പാത തന്നെ വേണം. അല്ലാതെ ശവപ്പെട്ടിയിൽ ചിത്രം വരച്ചത് കൊണ്ട് മാത്രം ആരും വലിയവരാകുന്നില്ല. സമാധാനമാണ് ലോകത്തിന് ആവശ്യം, യുദ്ധമല്ല. ഇനിയെങ്കിലും വിവേകത്തോടെ ചിന്തിക്കാൻ ഇരു രാജ്യങ്ങളും തയ്യാറാകണം. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.